നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ഒരു കേസ് നമ്മുടെ കേരളത്തിൽ ഏറെ ചർച്ചയായതായിരുന്നു. അതിൻ്റെ അകത്ത് നടൻ ദിലീപ് 8ാം പ്രതിയായിരുന്നു. ഈ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡിസംബർ 8 വിധി പറയും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ കേസിൻ്റെ തുടക്കം മുതൽ പലതരത്തിലുള്ള വിവാദങ്ങളും വെളിപ്പെടുത്തലുകളും കൂടിയിട്ട് ഇതിലുണ്ടായിട്ടുണ്ട്. സിനിമാ ലോകം തന്നെ 2 തട്ടിൽ അണിനിരന്ന കേസ് കൂടിയിട്ടാണ്. WCCയുടെ പിറവി അടക്കം ഈ കേസിനോടൊപ്പം ഉണ്ടായതാണ്. ഈ കേസിൻ്റെ വിധി വരുമ്പോഴത്തേക്ക് സിനിമാ ലോകത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള ചലനങ്ങൾ കൂടിയിട്ട് എങ്ങനെ ഉണ്ടാകും, നമ്മൾ അതിലേക്കാണ് ആദ്യം കിടക്കുന്നത്. നിഷാദ്, നമുക്കറിയാം ഈ കേസിൻ്റെ ഒരു തുടക്കം അറിയാം. നടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്യുന്നു, കാറിലാണ് കൊണ്ടുപോകുന്നതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതിൽ ദിലീപിനെതിരെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകി ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന എന്ന വകുപ്പിലാണ് ദിലീപിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള 8ാം പ്രതി കൂടിയിട്ടാണ്. ഇപ്പോൾ നിലവിൽ അതിൽ 1ാം പ്രതിയായ പൾസർ സുനി അടക്കം എല്ലാവരും ജാമ്യത്തിലുമാണ്. പൾസർ സുനി അടക്കം വളരെ സന്തോഷകരമായ റീലുകളൊക്കെ പങ്കുവെക്കുന്ന ഇൻസ്റ്റയിലടക്കം കാണാം. ഇപ്പോൾ വിധി വരുവാണ്. ഇതുവരെയുള്ള വിവാദങ്ങൾ അടക്കം വെച്ചിട്ട് ഈ കേസിന് എങ്ങനെയാണ് കാണുന്നത്? ഈ കേസിനകത്ത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്ന്, കുറ്റാരോപിതനായ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നതാണ്. ദിലീപ് ശിക്ഷിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദിലീപ് ഉറപ്പായും ശിക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരെയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ദിലീപ് ഈ കേസിലെ ഗൂഢാലോചന കേസിനാണ് പെട്ടിട്ടുള്ളത്. എല്ലാ ക്രിമിനൽ കേസുകളിലെയും ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല, ഭയങ്കരമായ ടാസ്ക്കാണ്. അതിനെക്കുറിച്ച് അഭിഭാഷകർ തന്നെ പറയുന്ന ഒരു വാചകമുണ്ട്, ഫ്രം ദ റൂട്ട് ടു ദ ഫ്രൂട്ട്. ഏറ്റവും താഴത്തെ വേര് മുതൽ വൃക്ഷത്തിൻ്റെ ഫലം വരെയുള്ള കണ്ണി കൃത്യമായി നിങ്ങൾ ബന്ധിപ്പിക്കണം. ആ ബന്ധിപ്പിക്കുന്ന കണ്ണിയിൽ എവിടെയെങ്കിലും ഒരു അറ്റുപോകലുണ്ടെങ്കിൽ, ഒരു വിടവുണ്ടെങ്കിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയില്ല, അത് കേസ് തള്ളിപ്പോവും. അപ്പോൾ ഗൂഢാലോചന ഈ കേസിൽ തെളിയിക്കുക എന്നത് വലിയ ടാസ്ക്കാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയും പറയുന്നു, ഈ കേസിനെ നിരീക്ഷിക്കുന്നവർ പറയുന്നു. അതുകൊണ്ട് ഈ കേസിൽ കുറ്റാരോപിതനായ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. വിധി 8 വരുമ്പോഴേ പറയാൻ കഴിയും. പക്ഷേ ഈ കേസ് എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം മുതൽ, അതിൻ്റെ ആവിർഭാവം മുതൽ ഇതുവരെയുള്ള ദിവസങ്ങൾ മുഴുവനായും മലയാളി അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആണ്. ഈ കേസിൽ നിന്ന് ദിലീപിന് എന്തുമാത്രം മലയാളിയുടെ മനസ്സിൽ മാറിയിരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ നമ്മുടെ ഉത്തരം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, സാക്ഷിമൊഴികൾ നമ്മുടെ മുമ്പിലുണ്ട്, ദിലീപ് തന്നെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് എഴുതിയ കത്ത്, ഞാനിപ്പോഴും താങ്കളെ സംരക്ഷിക്കുന്നു, താങ്കളെ ഒറ്റ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ കത്ത് നമ്മുടെ മുമ്പിലുള്ള ഒന്നാണ്. ഈ കേസിനെക്കുറിച്ച് ന്യൂസ് മിനിറ്റ് നടത്തിയിട്ടുള്ള ഒരു ദീർഘമായിട്ടുള്ള അന്വേഷണ പരമ്പര അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ കേസ് എന്തുമാത്രം ഒരു നടുക്കം ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മണി എന്ന് പറയുന്ന ഈ കേസിലെ ഈ കുറ്റകൃത്യം നടപ്പിലാക്കുന്ന സംഘത്തിൽപ്പെട്ട ഒരാളുമായി സംസാരിച്ചുകൊണ്ടാണ് ആർട്ടിക്കിൾ തുടങ്ങുന്നത്. അപ്പോൾ മണി പറയുന്നുണ്ട്, മണിയോട് പെട്ടെന്ന് വരാൻ വേണ്ടി പൾസർ സുനി ആവശ്യപ്പെടുന്നു. അപ്പോൾ ആലുവയില്ല എറണാകുളത്തെ ഒരു പോയിന്റിലേക്ക് അദ്ദേഹം ചെല്ലുമ്പോൾ പൾസർ സുനിയും മറ്റൊരാളും നിരന്തരമായി ആർക്കൊക്കെയോ ഫോൺ ചെയ്യുകയോ ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ടോ ഇരിക്കുകയാണ്. പക്ഷേ പൾസർ സുനി ഒറ്റയ്ക്ക് തൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക ആവേശം തീർക്കാൻ വേണ്ടിയല്ല, മറ്റേതോ തരത്തിലുള്ള പോയിന്റുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പൾസർ സുനി പെട്ടെന്ന് കേവല വൈകാരികതയിൽ ചെയ്തുവിട്ടുള്ള ഏർപ്പാടല്ല, അദ്ദേഹത്തിന് ആരുമായിട്ടോ നിരന്തരമായി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നടിയുമായിട്ട് വരുന്ന ഡ്രൈവറുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിനെ പിന്തുടരുന്നു, മനഃപൂർവ്വമായ ഒരു അപകടം ഉണ്ടാക്കുന്നു, അതിൻ്റെ പേരിൽ വർത്തമാനമാവുന്നു, ചാടി വണ്ടിക്കകത്ത് കയറുന്നു. വണ്ടിക്കകത്ത് കയറിയ ശേഷമുള്ള നടിയുമായിട്ടുള്ള സംഭാഷണം ഈ മണി പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന്. എന്നിട്ട് പറയുന്നു, മാഡം ഇതൊരു കൊട്ടേഷനാണ്. അപ്പം ഈ സുനിയെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, നേരത്തെ ഒരു ലൊക്കേഷനിൽ സുനിയെ അവർ ഡ്രൈവറായി ഓടിയിരുന്നു. ആ കൊട്ടേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ വിവാഹ മോതിരത്തോടൊപ്പമുള്ള നിങ്ങളുടെ നഗ്നദൃശ്യം പകർത്തി അയച്ചു കൊടുക്കലാണ് എൻ്റെ ഉത്തരവാദിത്വം, സഹകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പല ഉപാധികളും പറഞ്ഞു. അവർ കുതിരമാറാൻ ശ്രമിക്കുന്നില്ല. കാരണം കുതിരമാറാൻ ശ്രമിക്കുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഏതു തരത്തിലുള്ള ആക്രമണത്തിലേക്ക് അത് പോകുന്നവർ ഭയപ്പെട്ടു. അപ്പോൾ ഒരു ഘട്ടത്തിൽ സുനി തന്നെ ഈ മണിയോട് അതിനുശേഷം അതിൽ ഷൂട്ട് ചെയ്തിട്ട് ഇവർ പുറത്തു പോകാണല്ലോ ചെയ്യുക. സുനി തന്നെ മണിയോട് പറഞ്ഞ കാര്യം മണി പറയുന്നുണ്ട്, ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഇത് ചെയ്യാൻ പറയും, മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു മച്ചാനെ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ, നമ്മൾ പൈസ വാങ്ങിച്ച് ധാരണ എത്തിപ്പോയ കേസല്ലേ എന്ന്. എന്നിട്ട് ഇറങ്ങാൻ നേരവും, അതായത് ഈ വൃത്തികേട് കാണിച്ച് പുറത്തിറങ്ങി പോകാൻ നേരവും സുനി പറയുന്നുണ്ട്, എന്നോടൊന്നും വ്യക്തിപരമായി തോന്നരുത്, കൊട്ടേഷനായി പോയി ഞാൻ പൈസ വാങ്ങിച്ച് പോയതാണ് എന്ന് പറഞ്ഞിട്ട് സുനി തന്നെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കോൺടാക്ട് നമ്പർ പോയി ഞാൻ അവർക്ക് കൊടുത്തു, ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. സിനിമയിൽ ഇങ്ങനെ ഒരു സാധനം ഷൂട്ട് ചെയ്ത് പോയാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, വേറെന്തോ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ വന്നു, കേസാവൊന്നും വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ മണി എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ പറയുന്നത് ഇതിൻ്റെ മൊത്തം പ്രോപ്പർ പ്ലാനൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ ഞാൻ അബദ്ധിച്ചെന്ന് പെട്ടതാണ്, ഇതിനൊന്നും പറഞ്ഞല്ല എന്നെ വിളിച്ചതെന്നാണ്. അയാൾ നടിയോട് സോറി പറയുന്നുണ്ട്. ഈ വിചാരണ വേളയിൽ നടി തന്നെ സംബന്ധിക്കുന്നുണ്ട്, ഈ മണി എന്ന് പറയുന്ന മനുഷ്യൻ എനിക്ക് എന്നോട് സോറി പറഞ്ഞിരുന്നു, പക്ഷേ മറ്റേ ആൾ കോൺടാക്ട് നമ്പർ എന്നൊന്നും ഇവർ അംഗീകരിക്കുന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മൊത്തം എപ്പിസോഡ് വായിച്ചാൽ ഇതിലെവിടെ ഒരു ഗൂഢാലോചന കേന്ദ്രം പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
പിന്നെ ഇയാളെ പിടിയിലാവുന്നു, നമ്മൾ കണ്ടാണ് പിടിക്കുന്നതൊക്കെ, ജയിലിലാവുന്നു. ജയിലിലായ ശേഷം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അയാൾ ദിലീപിൻ്റെ ചില സുഹൃത്തുക്കളെയും ഡ്രൈവേഴ്സിനെയൊക്കെ വിളിക്കുന്നു. അവിടെ നിന്ന് കിട്ടിയ മറുപടിയിൽ സുനി ഒട്ടും തൃപ്തനായിരുന്നില്ല. അയാൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവസാനം അയാൾ കത്തെഴുതാൻ തീരുമാനിച്ച് കത്തെഴുതുകയാണെന്നാണ്. കത്തെഴുതിനകത്താണ് ദിലീപിനോട് ഞാൻ നിങ്ങളതൊരു ഒറ്റ കൊടുത്തിട്ടില്ല, നിങ്ങളിപ്പോഴും സേഫാണ്, പക്ഷേ എൻ്റെ കാര്യം പരിഗണിക്കണമെന്ന് പറയുന്നത്. പിന്നീട് അന്വേഷണം ഏതൊക്കെ വഴിക്ക് പോയി നമുക്കറിയാം. അതിനുശേഷം പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. ദിലീപ് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു. ഒരു ഘട്ടത്തിൽ ദിലീപിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ദിലീപ് അതിൽ പറയുന്നത് സാധാരണ നിലയ്ക്ക് ഇത്തരം വലിയ ആക്രമണങ്ങൾക്ക് ഇരകളായ സ്ത്രീകൾ ഒന്നുകിൽ ചിലപ്പോൾ ആത്മഹത്യ കളയും, ചില ആളുകൾ മാനസികമായി ഭയങ്കരമായി തകരും. പക്ഷേ ഇവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് വന്നിരിക്കുന്നു. മീൻസ് അവരുടെ സിനിമാഭിനയത്തിലേക്ക് വന്നല്ലോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ ഈ നടിക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഒരു ഘട്ടത്തിൽ ദിലീപ് പോകുന്നത് നാം കണ്ടു. ദിലീപ് മാത്രമേ ആ പണി എടുത്തിട്ടുള്ളൂ. മറ്റാരെങ്കിലും അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ തയ്യാറായിട്ടേ ഇല്ല എന്ന് കാണണം. ഇവരെയൊക്കെ വളർത്തിയത് ഞാനാണ്, വലുതാക്കിയത് ഞാനാണ്, ഞാനത് ചെയ്യുമ്പോൾ പോലുള്ള ചോദ്യം ചോദിക്കുന്നു. പിന്നെ പലതരത്തിലുള്ള വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ ഒരു ടോട്ടൽ എപ്പിസോഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദിലീപ് ഇതിനകത്ത്, പിന്നെ ഡയറക്ടർ ബാലചന്ദ്രൻ്റെ ഒരു എപ്പിസോഡ് നമുക്ക് ഓർമ്മയുണ്ട്, പുറത്ത് വന്നിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങൾ, അതിനകത്തെ സംഗതികളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇൻ ടോട്ടൽ ഇതിലെടുത്ത് നോക്കിയാൽ ദിലീപ് പൂർണ്ണമായും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളല്ല. അദ്ദേഹം ഭയങ്കരമായി ഇതിൽ ഇൻവോൾവ് ആണെന്ന് സംശയം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് ഇതിൻ്റെ പലതരത്തിലുള്ള തടസ്സഹർജികൾ കൊണ്ടുവന്ന് ഈ കേസ് നീട്ടാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ദിലീപിന് അനുകൂലമായിട്ട് നേരത്തെ സിദ്ദിഖ് മൊഴിമാറ്റി, നടി ഭാമ മൊഴിമാറ്റി, ബിന്ദു പണിക്കർ മാറ്റി, ഇടവേള ബാബു മാറ്റി, ആരൊക്കെയോ മൊഴിമാറ്റി നമ്മൾ കണ്ടു. എന്നുവെച്ചാൽ ഒരു സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ട കേസിനകത്ത് ഓർക്കണം, വളരെ കേസിനെ ആകെ തന്നെ ഗതി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള മൊഴിമാറ്റൽ ഉണ്ടാവുകയാണ്. മൊഴിമാറ്റിയ ആൾക്കാരിൽ പല ആൾക്കാരും ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത് പോലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പലതും അപ്ഡേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏതോ ഒരു കേന്ദ്രം എന്ന് വെച്ചാൽ കയ്യിൽ നല്ല പണമുള്ള ഒരു കേന്ദ്രം, പൾസർ സുനിയെ രക്ഷിക്കാൻ മാത്രമല്ല, ഒരു കയ്യിൽ നല്ല പണമുള്ള ഒരു കേന്ദ്രം ഈ കേസിനകത്ത് പ്രധാനപ്പെട്ട പൈസ കൊണ്ട് മാത്രം വിലക്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ മൊഴികൾ മാറ്റുന്നത്, കേസുകൾ നീട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ദിലീപ് എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ ഒരു പോർഷനിൽ ഇപ്പോഴും നമുക്ക് എന്താ പറയുന്നത്, ഒരു ശക്തമായ ഒരു കഥാപാത്രമായിട്ട് അവിടെ നിൽക്കുകയാണ്. അയാളെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനകത്ത് കോടതി എന്താണ് വിധി പറയാൻ പോകുന്നത്, കോടതിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കോടതി അതെങ്ങനെയാണ് വിശദീകരിക്കാൻ പോകുക എന്നൊന്ന് ഉറ്റു നോക്കാം. പൾസർ സുനിയുടെ കോൺഫിഡൻസ് നേരത്തെ പറഞ്ഞ പോലെ, സികേഷ് പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ കാണേണ്ടതാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞു, ഇനി സമ്മാനം വിതരണം ചെയ്യുന്ന പരിപാടിയാണല്ലോ എന്നുള്ള സിനിമ ഡയലോഗ് ഇട്ടുകൊണ്ട് ഭയങ്കര മ്യൂസിക് ഇട്ട് നിരന്തരം റീലുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വിധി പ്രധാനമായിരിക്കും ഇത്തരമൊരു കേസിൽ. കാരണം ഇത് എൻറ്റയർ ഇൻഡസ്ട്രി, സിനിമ 2 തട്ടിൽ നേരത്തെ സികേഷ് പറഞ്ഞു, 2 തട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ടും തുല്യമല്ല. ഇപ്പുറത്ത് വളരെ ചുരുക്കം 3-4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് എൻറ്റയർ സിനിമ ഇൻഡസ്ട്രി ദിലീപിൻ്റെ കൂടെ നിൽക്കുകയും ഈ ഇരയെ തള്ളിപ്പറയുന്ന സ്വഭാവത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്ത കേസാണിത്. ഏറ്റവും അവസാനം വനിതകളുടെ ശാക്തീകരണത്തിന് എന്ന പേരിൽ വന്നിട്ടുള്ള ശ്വേത പോലും അവരെ പിണങ്ങിപ്പോയ ആൾക്കാരെ തിരികെ അമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വേണമെങ്കിൽ വരട്ടെ എന്ന മട്ട് സ്വീകരിക്കുകയാണ്. അപ്പം അന്നു മുതൽ ഇന്ന് വരെ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട സംഘടനകളും അസോസിയേഷൻസ് എല്ലാം അവരെ ഒഴിവാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് നടന്നിട്ടുള്ള നിയമ പോരാട്ടമാണ്. ആ പോരാട്ടത്തിനകത്ത് ദിലീപിൻ്റെ വലിയ PR അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. ദിലീപിന് വേണ്ടി വലിയ ആൺകൂട്ടം ഇറങ്ങി വന്നിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും റിമാക്ക് അല്ലെങ്കിലോ പാർവതിയോ ഒക്കെ എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റ് ചെയ്താൽ അതിന് താഴെ വന്ന് ചീത്ത വിളിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും ദിലീപിന് വേണ്ടി ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ്. ആ ദിലീപ് എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ള വൈരാഗ്യമാണ് ഇവരോട്. അപ്പോൾ അവരിൽ ചുരുക്കം ചില ആളുകൾ, കേരളത്തിലെ മാധ്യമങ്ങളുടെ നിതാന്തമായ ജാഗ്രത, അങ്ങനെയാണ് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അട്ടിമറിക്കാനുള്ള ഏതെല്ലാമോ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കേസ് എത്തിയിട്ടുള്ളത്. അത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ, അതിലെ പ്രധാനപ്പെട്ട കണ്ണികൾ മുറിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് വിധി വരുമ്പോൾ അറിയാം. ദിലീപിൻ്റെ കരിയറിനെ സംബന്ധിച്ചും പ്രധാനമായിരിക്കും വിധി എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് വെച്ചാൽ ഈ വിധി അനുകൂലമായാൽ ദിലീപിന് നാളെ മുതൽ സിനിമകൾ കൂടുതൽ കിട്ടും, ദിലീപിൻ്റെ പടമെല്ലാം വിജയിക്കും എന്നും പറയാൻ പറ്റില്ല. ദിലീപിൻ്റെ പടങ്ങൾ ഇപ്പോൾ നിരന്തരമായി പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം അദ്ദേഹം ഈ കേസിൽ പെട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല. മാറുന്ന കാലത്തിനൊപ്പിച്ച് അദ്ദേഹത്തിന് പുതിയ സിനിമ തിരഞ്ഞെടുക്കാനോ ആ സിനിമയുടെ പുതിയ മാറുന്ന ഭാവനയ്ക്കനുസരിച്ച് അദ്ദേഹത്തിന് സ്വയം പരിവർത്തിപ്പിക്കപ്പെടാനോ കഴിയാത്തതിൻ്റെ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് ഈ കേസ് അനുകൂലമായി കഴിഞ്ഞാൽ ദിലീപിനെ കേരളം ആകെ എടുത്തുകൊണ്ട് നടക്കുന്നു, ദിലീപിൻ്റെ പടമാകെ പിന്നീട് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പക്ഷേ ദിലീപിന് അകത്തു പോകാതിരിക്കാം അദ്ദേഹത്തിന് അനുകൂലമായ വിധി വന്നാൽ. ഏതായാലും ഈ കേസിൻ്റെ വിധി അന്തിമമായിരിക്കില്ല, മേലെ അപ്പലേറ്റ് കോർട്ട്സ് ഉണ്ടല്ലോ. പക്ഷേ ഇതിനകത്തൊരു എന്താണ് എൻറ്റയർ എപ്പിസോഡിൽ നടന്നത് എന്ന കാര്യം മലയാളി തത്സമയം കണ്ടുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി എന്ന് പറയുന്നത് ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സന്ദർഭമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. നൗഫൽ, ഈ കേസിൽ ദിലീപ് പ്രതിയായതിനു ശേഷം ജയിലിൽ പോയി പുറത്ത് ജാമ്യം നേടി വരുന്നു. ദിലീപിന് ഇൻഡസ്ട്രിയിൽ എല്ലാ കാലത്തും ആ സമയത്ത് അല്ലെങ്കിൽ കേസിൽപ്പെട്ട ആദ്യത്തെ കുറച്ച് നാളുകൾ അകറ്റി നിർത്തി ബാക്കി എല്ലാവരും പിന്നീട് സ്വീകരിക്കുകയുണ്ടായ അന്ന് തൊട്ട് ഇന്നോളം ചിത്രങ്ങളുണ്ട്. ചിത്രങ്ങൾ പരാജയപ്പെടുവാണെങ്കിലും കൈ നിറയെ ചിത്രങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വരുന്നുണ്ട്. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം ലിജോ ജോസ് പെല്ലിശ്ശേരി അടക്കം ദിലീപിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു.
ഈ ഇത്തരത്തിൽ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ ഒരു വിഭാഗം സ്ത്രീകൾ ഇപ്പോൾ ഒരു നിയമ പോരാട്ടം നടത്തുമ്പോൾ അല്ലേ കൂടെ നിൽക്കേണ്ടവർ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച ഭയങ്കര ലജ്ജാകരമല്ലേ? സുകേഷ് പറഞ്ഞത് ശരിയാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് വശം അത് തന്നെയാണ്. ഇപ്പം ഇതിപ്പോൾ വിധി എന്ത് തന്നെയായാലും ഈ ദിലീപിൻ്റെ കേസ് പോസിറ്റീവായ കുറേ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നെഗറ്റീവായ മാറ്റം ഇപ്പോൾ സുകേഷ് സൂചിപ്പിച്ചു. കുറേ ആളുകൾ പച്ചയായി ദിലീപിനൊപ്പം നിൽക്കുന്നു. അത് ദിലീപിന് ഈ 2017 ശേഷം അദ്ദേഹം 14 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 5 സിനിമകൾ അയാൾ പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഏതൊരു സിനിമയിൽ സ്വന്തമായിട്ട് പാട്ടും പാടിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അയാൾ പുറത്തിറങ്ങിയ സിനിമകൾ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനുള്ള കാശ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്, അതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ ആളെ കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമ സംവിധാനം ചെയ്യാൻ ആളെ കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി സോഷ്യൽ മീഡിയ PR നടത്താൻ ആളെ കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ ഷെയർ ചെയ്യാൻ സിനിമാ മേഖലയിൽ തന്നെ നിരവധി ആളുകളെ കിട്ടുന്നുണ്ട്, രാഷ്ട്രീയ മേഖലയിൽ തന്നെ ആളുകളെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനിമ രാഷ്ട്രീയം രണ്ടും കൊണ്ട് നടക്കുന്ന ആളുകളും ഇയാൾക്ക് വേണ്ടിയിട്ട് വാദോരാതെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു വശം. രണ്ടാമത്തെ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ വിധി എന്തു തന്നെയാവട്ടെ, ഈ സംഭവം ഉണ്ടായതിനു ശേഷം മലയാള സിനിമയിൽ ഒപ്പം സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ഗുണകരമായ മാറ്റങ്ങളുണ്ടായി? സിനിമയിൽ കുറച്ചുകൂടി ഒരു ജനാധിപത്യം വന്നു എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? സിനിമയിൽ സ്ത്രീകൾക്ക് കൂടുതലായി സ്വാതന്ത്ര്യം ലഭിച്ചു, അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചു എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? എന്തിനേറെ പറയുന്നു, 2017 ശേഷം എത്രയെത്ര പുതിയ സംവിധായകർ, യുവ സംവിധായകർ സിനിമയിലേക്ക് വന്നു. സ്വന്തം ഇഷ്ടപ്രകാരം റിയലിസ്റ്റിക് ആയിട്ടുള്ള എത്രയെത്ര സിനിമകൾ വന്നു. അതുവരെ ദിലീപിൻ്റെ പ്രത്യേകതരം ആക്ഷനുകൾ മാത്രമുള്ള സിനിമകൾ കണ്ട് ആളുകൾ വെറുതെ പൊട്ടിച്ചിരിച്ച സമയത്ത് അതിനുശേഷം റിയലിസ്റ്റിക് ആയിട്ടുള്ള എത്ര സിനിമകൾ കേരളത്തിൽ വന്നു, ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള വലിയ മാറ്റം സിനിമയിലുണ്ടായിട്ടില്ലേ? ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന അതിക്രമം, ശാരീരിക ലൈംഗിക അതിക്രമം, അത് നിർബാധം നടന്നിരുന്നൊരു കാലത്ത് നിന്നും മാറി സ്ത്രീകൾ സ്വയം മുന്നോട്ട് വന്ന് സംസാരിക്കാനും ഇത് ശരിയല്ല എന്ന് പറയാനും മീറ്റു എന്ന് പറയുന്ന ക്യാമ്പയിൻ കൂടുതൽ ശക്തിപ്പെടാനൊക്കെ ഇത് കാരണമായിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അവൾക്കൊപ്പം എന്ന് പറയുന്ന #, വന്ന് അങ്ങനെ ആളുകളൊക്കെ ഈ നടിക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങിയില്ലേ? അങ്ങനെ ഒരുപാട് മാറ്റം ആ തരത്തിലുണ്ടായല്ലോ. ഇത് സിനിമാ മേഖലയിൽ മാത്രമാണോ? ഇത് മാധ്യമ മേഖലയിൽ, മറ്റു തൊഴിൽ രംഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ പരാതി പരിഹാര സെല്ലുകൾ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടായില്ലേ? അങ്ങനെ സ്ത്രീകൾ കുറച്ചുകൂടി ശാക്തീകരിക്കപ്പെട്ടില്ലേ? അമ്മ പിളർന്നില്ലേ? അമ്മ പിളർന്നത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയായിരുന്നില്ലേ? അമ്മയിലെ ഒരു കൂട്ടം സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളിൽ വിയോജിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് മാറി നിന്നില്ലേ? അങ്ങനെ അവർ സ്വയം ശക്തരായിക്കൊണ്ട് തന്നെ വളരെ ശക്തിയോടുകൂടി തന്നെ ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കുകയൊക്കെ ചെയ്തില്ലേ? അങ്ങനെ വലിയ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ദിലീപിൻ്റെ കേസ് കാരണമായിട്ടുണ്ട്. ആ മാറ്റം സമൂഹത്തിൽ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ആ മാറ്റമാണ് ഞാൻ ഈ കേസിൽ ഒരു പോസിറ്റീവായിട്ട് കാണുന്നത്. നെഗറ്റീവ് വശം ഇപ്പോഴും മറുഭാഗത്ത് തുടരുന്നുണ്ട്. കേസിലെ വിധി എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദിലീപ് ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളത് അനുഭവിക്കുക തന്നെ വേണം, അതിന് ശിക്ഷ അയാൾക്ക് കിട്ടുക തന്നെ വേണം. അതിന് ഈ പറഞ്ഞ പോലെ ഗൂഢാലോചന തെളിയിക്കാനുള്ള എല്ലാ ലിങ്കുകളും കറക്റ്റായോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. അത്രയും ഒരുപാട് ട്വിസ്റ്റുകൾ നടന്നൊരു പിന്നെ വിചാരണ കാലയളവും അന്വേഷണ കാലയളവും ഒക്കെയാണ് കടന്നുപോയത്. ആദ്യം ദിലീപ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് അദ്ദേഹത്തെ അഡീഷണലായി കുറ്റപത്രത്തിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അതിജീവിതയ്ക്ക് തന്നെ ജഡ്ജിയെ മാറ്റണമെന്ന് വരെ ആവശ്യപ്പെടേണ്ടി വന്നു. അത് കോടതി നിരാകരിക്കുകയാണ് ഉണ്ടായത്. ദിലീപ് ഈ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെല്ലുകയുണ്ടായി. അതിനിടയ്ക്ക് മെമ്മറി കാർഡിൻ്റെ ഇഷ്യൂ വരുന്നു, അതിൻ്റെ #വാല്യൂ മാറി എന്ന് വരുന്നു. മെമ്മറി കാർഡ് മറ്റുള്ളവരെ അതിലെ ദൃശ്യങ്ങൾ മറ്റുള്ളവർ കൂട്ടം ചേർന്ന് കണ്ടു എന്നുള്ള വാർത്തകൾ വരുന്നു. അതിനുശേഷം ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് വീണ്ടും വിചാരണയുടെ ഏറ്റവും അവസാന ഘട്ടമായ സമയത്ത് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തി വീണ്ടും വിചാരണ വേളയിൽ ഒരു പുനരന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ നടന്ന ഒരു സിനിമ, ഒരു തട്ടുപൊളിപ്പൻ സിനിമയെ സൂചിപ്പിക്കുന്ന രീതി അതുപോലെ ഉള്ള ട്വിസ്റ്റുകളും എല്ലാം മാറി മറിഞ്ഞൊരു അന്വേഷണവും വിചാരണ കാലയളവുമാണ് കടന്നുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ വയ്യ ഈ നടിക്ക് അനുകൂലമായി വിധി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. എന്തും സംഭവിക്കാം. അതെന്ത് തന്നെ ആയാലും ഈ കേസ് എന്ന് പറയുന്നത് നേരത്തെ നിഷ സൂചിപ്പിച്ച പോലെ മലയാളികൾ ലൈവായി ദർശിച്ച ഒരു കേസ് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ആളുകൾക്ക് അവബോധമുണ്ടാക്കാൻ ഈ കേസ് കാരണമായിട്ടുണ്ട്. സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽപ്പെട്ടവരായാലും അവർ എത്ര ഉന്നതരായാലും അവർ ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടും എന്നുള്ള ഒരു ബോധമെങ്കിലും ആളുകൾക്ക് വന്നു എന്നുള്ളത് ഈ കേസിൻ്റെ ഒരു പോസിറ്റീവാണ്. മലയാള സിനിമയിലെ പവർ ലോബി എന്ന് പറയുന്ന സംഗതിയെ
ഒരു പരിധി വരെയെങ്കിലും ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ കേസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് സംവിധായകരും ഒരുപാട് തിരക്കഥാകൃത്തുക്കളും ഒരുപാട് നടീനടന്മാരും പുതുതായി വന്നത് ഇതുകൊണ്ടാണ് എന്ന് ദിലീപിൻ്റെ മുമ്പും ദിലീപ് ആനന്തരവും ഈ കേസിന് ആനന്തരവും ഉണ്ടായ മലയാള സിനിമയിലെ മാറ്റങ്ങൾ ദർശിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ആ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് തോന്നുന്നത്. അതെ, ഈ നിലവിൽ കേസ് പരിഗണിക്കുന്ന വിചാരണ കോടതിക്കെതിരെ അടക്കം ആരോപണങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ ചില മാധ്യമങ്ങളൊക്കെ നടിയെ ആക്രമിക്കപ്പെട്ട കേസെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശരിക്കും ഇത് നടിയെ ആക്രമിക്കപ്പെട്ടല്ല, നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്.